ഇങ്ങനെ ഒരു ജയിലിൽ കൊണ്ടിട്ടിട്ട് ഒരു സുരക്ഷിതയില്ലാതെ എന്തൊരിതാണ് എൻ്റെ കുട്ടിയോട് ചെയ്ത ക്രൂരത അവൻ. എല്ലാം അറിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് എൻ്റെ കുട്ടിക്ക് അനുഭവിച്ച ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. അത് പറ്റില്ല. അതവനെ അത് ജനം ചെയ്യും. ജനം അവനെ പുറലോകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ജനം അവനെ ഇല്ലാതെയാക്കും. കണ്ടോളൂ. എത്രയോ ആൾക്കാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവനെ പുറത്ത് കിട്ടിയാൽ മതി, ഞങ്ങൾ തീർത്തോണ്ട് ഞങ്ങൾ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ്. അതഞ്ഞ് സംഭവിക്കാൻ പോണത്. അവന്റെ നാശത്തിന് അവൻ ജയിലിൽ ചാട്ടിയത്. കനലെരിയുന്ന ഒരു മനസ്സ് ഈ അമ്മയുടെ ഉള്ളിലുണ്ട്. ചാരമൂടി കിടക്കുകയാണ്. കാരണം അമ്മയുടെ മകളോട് ചെയ്ത ഭീകരമായ കാര്യം ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതല്ല. രക്തത്തിൽ കുളിച്ചു കിടന്ന ഒരു പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്കാരം ചെയ്ത് മരണത്തിലേക്ക് ഇയാൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും വലിയ ഭീകരമായ കർമ്മം. കൊടും കുറ്റവാളിയാണ്, തമിഴ്നാട് സ്വദേശിയാണ്. ദീപക് തർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപക്, നമ്മൾ പോലീസുമായി അന്വേഷിക്കുമ്പോൾ ഇത്രയും മണിക്കൂർ ഈ ജയിൽ അധികൃതർ കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? അതോ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ ഇയാൾ ചാടിയത് അറിയുന്നത് നേരം വെളുത്തിട്ട് തന്നെയാണോ? എന്താണ് വിവരം? അതോ ഏതെങ്കിലും ആളുകൾ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങൾ പറയുന്ന സംശയത്തിന് കഴമ്പുണ്ടോ? SKN അത്തരം വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഞാനിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖറുമായി സംസാരിച്ചു. അദ്ദേഹം കർണാടക, തമിഴ്നാട് DGPമാരുമായി സംസാരിച്ചു കഴിഞ്ഞു. കാരണം ഇദ്ദേഹം ഈ പ്രതി കൊടും ക്രിമിനൽ തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് സംസ്ഥാന അതിർത്തിയിൽ കേരള പോലീസിൻ്റെ പരിശോധന നടക്കും. മാത്രവുമല്ല DIG, അതായത് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഇതിനായി രൂപീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൂടി ഇപ്പോൾ രവത ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞു. SKN ഈ വാർത്ത ആദ്യം 24 പുറത്തുവിടുകയാണ്. അതായത് ഈ ഗോവിന്ദചാമിയെ കണ്ടെത്താൻ കേരള പോലീസ് ഒരു പ്രത്യേക സംഘത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ആ സംഘത്തെ നയിക്കുക കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയാണ്. യതീഷ് ചന്ദ്രയുടെ കീഴിൽ SP-മാർ, അതുപോലെ ക്രൈംബ്രാഞ്ച് SP-മാർ, അതുപോലെ ഇന്റലിജൻസ് സംവിധാനം ഒക്കെ ഉണ്ടാകും. മാത്രവുമല്ല കണ്ണൂരിലെയും കാസർഗോഡിലെയും സംസ്ഥാന അതിർത്തികളുണ്ട്. ആ അതിർത്തികളിലെല്ലാം തന്നെ, അതായത് ഇരിട്ടി ഭാഗത്ത് മാങ്കൂട്ടത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതുപോലെ തലപ്പാടി ചെക്ക് പോസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ അതിർത്തികളിലും പരിശോധന ഗോവിന്ദചാമിക്ക് വേണ്ടി നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടും റോഡിലിറങ്ങി പരിശോധന നടത്തണം. ഫ്ലൈയിങ് സ്ക്വാഡുകളെല്ലാം തന്നെ ഗോവിന്ദചാമിയുടെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ടുള്ള പരിശോധന, അതുപോലെ തന്നെ ഗോവിന്ദചാമിയെ കാണുന്ന സംശയം തോന്നിക്കുന്ന ആരെങ്കിലും കാണുന്നവർ വിവരമറിയിക്കാനുള്ള നമ്പറുകൾ നൽകിയിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു. അദ്ദേഹം തന്നെ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മറ്റ് സംസ്ഥാന DGPമാരുമായി രവത ചന്ദ്രശേഖർ സംസാരിച്ചു കഴിഞ്ഞു. SKN. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സംസ്ഥാന DGP-ആയ രവത ചന്ദ്രശേഖർ ഒരു കണ്ണൂർ DIയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു എന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം നേരിട്ട് തന്നെ തമിഴ്നാട്, കർണാടക DGPമാരെ വിവരം അറിയിച്ചു. മാത്രമല്ല കൊടും ക്രിമിനലാണ് ജയിലിൽ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് എല്ലാ ജാഗ്രതകളും പാലിക്കണം എന്ന രീതിയിൽ അദ്ദേഹം തൊട്ടയൽ സംസ്ഥാനങ്ങളിലെ DGPമാരെ വിവരം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ദീപക് തർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് തർമ്മടമാണ് രവത ചന്ദ്രശേഖറുമായി സംസാരിച്ചത്. സംസ്ഥാന DGP തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അതിൽ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DGP പറഞ്ഞതനുസരിച്ച് ഈ ക്രിമിനലിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു. മാത്രമല്ല അന്വേഷണ സംഘം അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ DGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരിക്കും ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടന്നപ്പോൾ. കണ്ണൂരും കാസർഗോഡും വ്യാപകമായി തെരച്ചിൽ നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ ഏതെങ്കിലും അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി റെയിൽവേ പരിസര പ്രദേശത്തും റെയിൽവേ ട്രെയിനുകൾക്കുള്ളിലും ഒക്കെ തന്നെ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. അതുപോലെ ഒറ്റപ്പെട്ട കെട്ടിടങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഒരു അലംഭാവം ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം ഉണ്ടാകും. കാരണം ഇത്രയധികം മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം രാത്രി നേരം ഇയാൾക്ക് മറയാനുള്ള സൗകര്യം ഉണ്ടായ രീതിയിൽ വിവരം എന്തുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അധികൃതർ മറച്ചു വെച്ചു എന്നുള്ള കാര്യവും അന്വേഷണ വിഷയമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ സൗമ്യയുടെ അമ്മ സുമതി ഒരു പോലീസുകാരനും അവരെ വിളിച്ചിട്ടില്ല എന്ന പരാതി കൂടി പറയുന്നു. ഈ കാര്യം DGP ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അവർക്ക് എല്ലാവിധമായ സംരക്ഷണവും ഉറപ്പുവരുത്തണം. അതുപോലെ ഈ കേസിൻ്റെ വിചാരണ വേളയിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ നേരിട്ട് ഈ ഗോവിന്ദചാമിയുമായി എതിരിടേണ്ടി വന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അഭിഭാഷകരും നമുക്കുണ്ട്. അവർക്കുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.